കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ രാജിക്കത്ത് ശങ്കർ മോഹൻ നൽകിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ സിനിമാ മേഖലയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, ജാതി വിവേചനമടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ചർച്ചകളുണ്ടായ സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ വാർത്ത വളരെ പ്രാധാന്യമുള്ളതാകുന്നത്. കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു. പക്ഷേ രാജിക്ക് വിവാദങ്ങളുമായി ബന്ധമില്ല എന്നാണ് വിശദീകരണം. ഇത് തന്റെ കാലാവധി കഴിഞ്ഞു, അതിനാലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും വലിയ തോതിൽ ഉള്ള പ്രക്ഷോഭങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളായി കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികളടക്കം ഉന്നയിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് വിവാദമല്ല കാരണം എന്ന് ചൂണ്ടിക്കാട്ടി, രാജിക്ക് ബന്ധമില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ദിവസങ്ങളായി വിദ്യാർത്ഥികൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ സമരം നടത്തുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ വാർത്തകളായി മാറിയ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശങ്കർ മോഹൻ നടത്തിയ ജാതീയ പരാമർശങ്ങൾ, അതിൽ സിനിമാ രംഗത്ത് നിന്ന് തന്നെ നിരവധിയായ വിവാദങ്ങൾ, പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളോട് പലതവണ ചർച്ച ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വി അരുൺ ചേരുന്നു. അരുൺ, ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ, ഒരുപാട് സമരങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലല്ല എന്ന് പറയുമ്പോഴും ഈ വിവാദങ്ങളുമായി ഈ രാജിക്ക് ബന്ധമില്ല എന്ന് പറയാനാവില്ലല്ലോ. നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ശങ്കർ മോഹൻ രാജിക്കത്ത് കൈമാറിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും കത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. ഈ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനം സംബന്ധിച്ച പരാതി വന്നതിനെ തുടർന്ന് സർക്കാർ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ റിപ്പോർട്ട് കെ ജയകുമാർ സമിതി റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്കാണ് ആ റിപ്പോർട്ട് കൈമാറിയത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ അദ്ദേഹം രാജിയിലേക്ക് നയിക്കാൻ സാഹചര്യം, രാജിവെക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയതായും സൂചനയുണ്ട്. ആ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികളുടെ പരാതിയിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും നിരവധി പരാമർശം ഉണ്ടായിരുന്നുവെങ്കിലും റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡയറക്ടറുടെ തെറ്റായ നടപടികൾ കൃത്യമായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടാണ് ഉന്നത വിദഗ്ധ സമിതി നൽകിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഏതായാലും ഉന്നത സമിതി അടക്കം രൂപീകരിച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ജനുവരി 15 വരെ അടച്ചിടാനുള്ള ഉത്തരവടക്കം വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ സമരം സംഘടിപ്പിച്ചു. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപീകരിച്ചു. അത് റിപ്പോർട്ട് നൽകുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. നേരത്തെ ഈ ആദ്യം നിയോഗിച്ച കമ്മീഷന് മുൻപിൽ ഡയറക്ടർ ശങ്കർ മോഹൻ തെളിവെടുപ്പിന് ഹാജരാകാതിരുന്നതൊക്കെ ഏറെ വിവാദമായ പശ്ചാത്തലം കൂടി ഉണ്ടായ സാഹചര്യമുണ്ട്. ഏതായാലും ജി ശ്രീജിത്ത് കൂടി ചേരും. ശ്രീജിത്ത്, വലിയ പരാതികൾ, വലിയ ആക്ഷേപങ്ങൾ, വലിയ സമര പരമ്പരകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏറ്റവും ഒടുവിൽ രാജി സംഭവിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഏതാണ്ട് വിദ്യാർത്ഥികളുടെ വലിയൊരു സമരത്തിന്റെ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് ഒരു 50 ദിവസത്തോളം അടുത്തായിരിക്കുന്നു അവരുടെ സമരം ആരംഭിച്ചിട്ട്. അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ ഡിസംബർ 23 മുതൽ കോളേജ് അടച്ചിട്ടുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. കുട്ടികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം അങ്ങനെ ഒരു ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ചലച്ചിത്ര സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പിന്തുണ ആ സമരത്തിന് ലഭിക്കുന്നു. അങ്ങനെയൊക്കെ കൂടിയാണ് പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ കിട്ടിയതോടെയാണ് അവർ അവരുടെ സമരം തുടർന്നു വരികയും ചെയ്തത്. അങ്ങനെ സർക്കാരിന് ഫലത്തിൽ വഴങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പലതവണ ഈ സമരത്തെ തള്ളിപ്പറയുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഇവരെ ബാധിച്ചില്ല എന്നുള്ളത് വേണം പറയാൻ. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ സമരം വിജയം കാണുന്നു. അവരുടെ ആവശ്യപ്രകാരം ശങ്കർ മോഹൻ രാജിവെക്കുക എന്ന ഡിമാൻഡ് അത് അംഗീകരിക്കപ്പെടുന്നത്. അവർ മറ്റു പല വിഷയങ്ങളിലും അവരുടെ ഡിപ്ലോമ കോഴ്സുകളുടെ അടക്കമുള്ള വിഷയങ്ങളിലടക്കം വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ സമരസമിതിക്ക് ഇയാൾ രാജിവെച്ചതായിട്ടുള്ള യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ആ ഉറപ്പ് കിട്ടിയ ശേഷം ഔദ്യോഗികമായി തന്നെ അവർ സമരം പിൻവലിക്കുന്നതായുള്ള പ്രഖ്യാപനം, സമരം പൂർണ്ണമായി പിൻവലിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ശങ്കർ മോഹനെതിരായ സമരം പിൻവലിക്കുക, മറ്റു വിഷയങ്ങളിൽ സർക്കാരിന്റെ ഉറപ്പുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. എന്തായാലും
21, അതായത് ഇന്ന് വരെ കൃത്യമായി കോളേജ് അടച്ചിടാൻ ഏതാണ്ട് ഓരോ ആഴ്ച ആദ്യം ഡിസംബർ 8 വരെയും പിന്നെ ഡിസംബർ 15 വരെയും കോളേജ് അടച്ചിടുകയായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ഡിസംബർ 23 വരെ കോളേജ് അടച്ചിട്ടുകൊണ്ടാണ് ഈ സമരത്തെ സർക്കാർ നേരിട്ടത്. അവിടെ പ്രത്യേകിച്ച് അക്രമ സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ക്രമസമാധാന പ്രശ്നമില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് പോലീസിന്റെ അടുത്ത് നിന്ന് വാങ്ങിയാണ് ഇത് അടച്ചിടുകയും ചെയ്തത്. വളരെ കൃത്യമായി സർക്കാർ അടൂർ ഗോപാലകൃഷ്ണനൊപ്പം എന്ന് തെളിയിക്കുകയും അങ്ങനെ ശങ്കർ മോഹനൊപ്പം നിൽക്കുകയും ചെയ്തൊരു സമരം കൂടിയാണ്. അങ്ങനെ ഗതികേട് കൊണ്ട് ഒടുവിൽ അവർ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം രാജ്യത്ത് വിവിധ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയും ഇതിന് പിന്തുണയുമായി ആളുകൾ എത്തിയിരുന്നു. വിദ്യാർത്ഥികളും സിനിമാ പ്രവർത്തകരും ഒക്കെ എത്തിയിരുന്നു. പല സാംസ്കാരിക വേദികളിലും ഇത്തരം വിഷയങ്ങൾ വീണ്ടും ഉയർത്തപ്പെടുന്ന സാഹചര്യം വന്നിരുന്നു. അവിടെയൊക്കെ അധികൃതർക്ക് ഉത്തരം മുട്ടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഏതാണ്ട് അടൂരിനെ പിന്തുണയ്ക്കുന്നു. ഫലത്തിൽ MA ബേബി അടൂരിനെ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവഗാഥകളാണ് ഇതിനൊക്കെ ശേഷവും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ആ സമരം ഏതാണ്ട് വിജയം കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം ദിവസമായി ഇത്രയധികം വലിയ ഗുരുതര ആരോപണം ഉണ്ടായിട്ടും അതിനുമപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞതാണ്. ഏതാണ്ട് 65 വയസ്സ് വരെ ഇത്തരം സ്ഥാപനങ്ങളിൽ അധ്യക്ഷനായി ഡയറക്ടറായിരിക്കാൻ കഴിയുകയുള്ളൂ. അത് സർക്കാർ തന്നെ അവരെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറിയിച്ചതാണ്. അതിനുശേഷവും തുടരുന്നു. അങ്ങനെ ഈ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതിനും ശേഷവും കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു നിലപാടായിരുന്നു അവിടെ സ്വീകരിച്ചിരുന്നത്. സർക്കാരും ഏതാണ്ട് ഫലത്തിൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഗത്യന്തരമില്ലാതെ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇത്രത്തോളം ദിവസം എത്തിയ ഒരു സമരത്തെ ഒടുവിൽ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചെയർമാൻ ശങ്കർ മോഹൻ രാജിവെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇന്ന് 12 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി രാജിക്കത്ത് കൈമാറുകയായിരുന്നു. മുഖ്യമന്ത്രി ആ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രാജിയുടെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. ജാതി വിവേചനം ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെടുത്ത നടപടികളുടെ പേരിൽ ശങ്കർ മോഹൻ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം നടത്തിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ചലച്ചിത്ര മേഖലയിലുള്ളവരും രാജി ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരും CPM-ഉം ശങ്കർ മോഹനെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനെയും സംരക്ഷിക്കുന്നു എന്ന ആരോപണവും അതിശക്തമായി തുടർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. CPM PB അംഗം MA ബേബി അടക്കം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ഈ വിവാദങ്ങൾക്ക് ശേഷവും അടൂർ ഗോപാലകൃഷ്ണന്റെ പല പ്രതികരണങ്ങളും സിനിമാ മേഖലയിലുള്ളവരെയും ഒപ്പം വിദ്യാർത്ഥികളെയും അടക്കം വല്ലാത്ത തോതിൽ പ്രകോപിപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ സമരം അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം നേരത്തെ ഈ രാജി ആവശ്യം വിദ്യാർത്ഥികൾ സ്ഥിരമായി ഉന്നയിച്ചിട്ട് പോലും അതിലേക്ക് എത്താൻ വലിയ തോതിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ പോലും ഇത്തരം ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞ പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് നാടകീയമായി അപ്രതീക്ഷിതമായി ശങ്കർ മോഹൻ എന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത്. ആത്യന്തികമായി ഈ സമരത്തിന്റെ വിജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ശ്രീജിത്ത്, ഈ സമരം ആരംഭിക്കാനുള്ള നിരവധിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ജാതി വിവേചനമായിരുന്നു. വലിയ തോതിൽ ജനങ്ങൾ ക്ഷമിക്കണം വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ ഒന്നിച്ചണു ചേർന്ന സാഹചര്യമുണ്ടായിരുന്നു. ആഷിഖ് അബു അടക്കമുള്ള സിനിമാ മേഖലയുള്ളവർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നമ്മൾ കണ്ടു. അമൽ നീരദ് അടക്കം അവിടെ എത്തുകയും ഈ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശ്രീ ജിയോ ബേബി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജിയോ ബേബി, ഏറ്റവും ഒടുവിൽ രാജി, പക്ഷേ കാരണമായി പറയുന്നത് കാലാവധി തീർന്നു എന്നുള്ളതാണ്. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? കുട്ടികളുടെ സമരം മൂലം ഗതികെട്ട് രാജിവെച്ചതാണ്, അല്ല വേറെ ഒന്നുമല്ല. വേറെ കാര്യം പറഞ്ഞാൽ നമ്മളൊന്നും അംഗീകരിക്കുന്നുമില്ല, ഒന്നുമില്ല. അതില് രാജിയിൽ സന്തോഷിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നതല്ല അതിന്റെ കാരണം എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് സമരം തുടരാനായിരിക്കും സാധ്യത. കാരണം കുട്ടികൾ കുറെ അധികം ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടാണ് സമരം തുടങ്ങിയത്. അതിലൊന്ന് മാത്രമാണ് ശങ്കർ മോഹന്റെ രാജി, അല്ലെ ശങ്കർ മോഹനെ പുറത്താക്കുക എന്നുള്ളത്. അത് സംഭവിച്ചാൽ സന്തോഷം ഉണ്ട്. ബാക്കി കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഈ സമരത്തിലൂടെ. ഈ രാജി ഈ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? സമരം അവസാനിപ്പിക്കണമെങ്കിൽ കുട്ടികൾക്ക് കുറെ കൂടെ ആവശ്യങ്ങൾ ഉണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് അവിടെ ഏറ്റവും സമാധാനപരമായി പഠിക്കാൻ സാധിക്കുക. കോഴ്സിന്റെ സ്ട്രക്ചർ
മാറിക്കിടക്കുകയാണ്. കോഴ്സും അവിടുത്തെ കരിക്കുലം, കോളേജിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷം എല്ലാം ആകെ പ്രശ്നബാധിതമായി കിടക്കുകയാണ്. അതൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇദ്ദേഹം അങ്ങോട്ട് രാജിവെച്ച് വേറൊരു ഡയറക്ടർ വന്നാൽ ശരിയാകാവുന്ന കാര്യങ്ങളല്ലത്. അപ്പൊ അത് ആദ്യം ശരിയാക്കണം. ഇപ്പം ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്, സംവരണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ആ ക്യാമ്പസിൽ. അപ്പൊ അതിലൊക്കെ കൂട്ടുനിന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ രാജ്യം വൈകിപ്പോയി, അല്ലെങ്കിൽ CPM-ന്റെ സർക്കാരിന്റെ പിന്തുണ ഇത്രയും നാൾ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിലനിൽക്കാൻ സഹായിച്ചു എന്ന വാദമുണ്ടോ താങ്കൾക്ക്? തീർച്ചയായും ഇത് നേരത്തെ ആവാമായിരുന്നല്ലോ. നേരത്തെ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്താമായിരുന്നു, രാജിവെപ്പിക്കാമായിരുന്നു, അല്ലെ പുറത്താക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇത് ഇത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടുപോയി. ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഒപ്പം ചേർന്ന് ഞാൻ ഈ സമരത്തിൽ പങ്കാളിയാകുന്നത്. ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭരണകൂടം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിലെ വേദനയും ദുഃഖവും അമർഷവും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമരം വളരെ പ്രാധാന്യമുള്ള സമരമാണ്. കേരളത്തിലെ നടത്തുന്ന സമരം മാത്രമല്ല, ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചില വ്യവസ്ഥകൾക്കെതിരെ കൂടെയുള്ള സമരമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ പല ക്യാമ്പസുകളിൽ അന്വേഷിച്ചാൽ അറിയാം, പല ക്യാമ്പസുകളിലും ദളിത് വിദ്യാർത്ഥികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജാതീയമായ വിവേചനം കേരളത്തിന്റെ, ഇന്ത്യയുടെ എല്ലാ തുറകളിലും നേരിടുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് സമരം നടത്തുന്നു. ആ സമരത്തിൽ നമുക്ക് അറിയാലോ എത്രത്തോളം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ അതിനുണ്ടായി എന്നുള്ളത്. വാക്കുകൊണ്ടൊക്കെയുള്ള ചില പിന്തുണകളൊക്കെ ഉണ്ടായി, അതിനെ ഇല്ലാന്ന് പറയുന്നില്ല. എങ്കിലും കുട്ടികൾ തനിച്ച്, ആ കുട്ടികള്, അവിടുത്തെ കുട്ടികൾ 80-81 കുട്ടികളുണ്ട്. അവര് ഒരുമയോടെ ഒരു കുട്ടി പോലും മാറി നിൽക്കാതെ ചെയ്യുന്ന ഒരു സമരമാണിത്. ആ സമരം അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ സമരം പൂർണ്ണ വിജയമാകണമെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള വേറെ ആവശ്യങ്ങളുണ്ട്. അത് വേറെ പ്രാധാന്യമുള്ളതാണ്. ശരി, നന്ദി ശ്രീ ജിയോ ബേബി. ഏതായാലും ആ രാജി, അത് അനിവാര്യമായ രാജി ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ അല്ല, നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം ഈ തരത്തിലുള്ള രാജിക്കത്ത് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. വലിയ വിവാദമായിരുന്നു ഈ സംഭവം. ശ്രീത്ത് തുടരുന്നുണ്ടെന്ന് മനസ്സിലായി. ശ്രീത്ത്, വിവാദത്തിന്റെ തുടക്കം, അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കൊക്കെ എങ്ങനെയായിരുന്നു? രഞ്ജിത്ത്, ഇത് പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, അവിടുത്തെ ദിവസവേതന തൊഴിലാളികളെ കൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ബാത്റൂം കഴിയിക്കുന്നു, അത് കൈകൊണ്ട് കഴിയിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയങ്ങൾ സംവരണ അട്ടിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അവിടുത്തെ പല വിദ്യാർത്ഥികൾ പല സമയത്തായിട്ട് പല പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ജിയോ ബേബിയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു വിഷയങ്ങൾ, അതായത് വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ, അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന നിലയിലുള്ള കരിക്കുലത്തിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, കോഴ്സിന്റെ സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഡിസംബർ 4 മുതൽ കുട്ടികൾ അവിടെ സമരം ആരംഭിച്ചത്. തുടക്കം തന്നെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ജിയോ ബേബി ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ആഷിഖ് അബു, അമൽ നീരദ്, അങ്ങനെ കമൽ, അങ്ങനെ വലിയ സംവിധായകരുടെ അടക്കം, സാങ്കേതിക പ്രവർത്തകരുടെ അടക്കം വലിയൊരു നിര തന്നെ അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും സർക്കാർ അവരോട് വലിയ ഏറ്റുമുട്ടൽ തന്നെ നടത്തുന്ന സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ ക്യാമ്പസിനുള്ളിൽ കോളേജ് അടച്ചു കിടക്കുകയാണ്. സംവിധായകൻ വിനയൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനയൻ, ഏറ്റവും ഒടുവിൽ രാജി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണം കാലാവധി തീർന്നുകൊണ്ടാണെന്നാണ്. പക്ഷേ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാകണം ഈ രാജി എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആണ് ഇപ്പോഴെങ്കിലും ഈ രാജി ഇങ്ങനെ സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ സർക്കാരിന്റെ മുഖഛായക്ക് കോട്ടം തെറ്റുമായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. കഴിഞ്ഞ ഡിസംബർ 4 പിള്ളേര് വിദ്യാർത്ഥികളോടെ തുടങ്ങിയ സമരമാണ്. ഇതുവരെ വലിച്ചു കിട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരം ജാതി വിവേചനമൊക്കെ ഒരു ചർച്ച, ഒരു ഇഷ്യൂ ആയാൽ അപ്പം തന്നെ സർക്കാർ ഇടപെട്ടെത്തി ചർച്ച ചെയ്ത് തീർക്കേണ്ടതായിരുന്നു എന്നെ അഭിപ്രായം. ഇതിന്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് ഇത്രയും വഷളാക്കി കൊണ്ടുപോയതിന്. പലപ്പോഴും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കം ഈ വിവാദത്തിൽ അടൂരിനെ അടക്കം പിന്തുണയ്ക്കുന്ന നിലപാടാണ് എടുത്തത്. അതൊരു വലിയ തോതിൽ വിദ്യാർത്ഥികളിൽ വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. കാരണം ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിൽ. അല്ല, ഈ ജാതിയെ പറ്റിയും അല്ലെങ്കിൽ നവോത്ഥാനത്തെ പറ്റിയൊക്കെ നമ്മൾ വാതാര സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ.
അത്തരം ഒരു കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ അത്തരം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരാളെങ്കിലും അത്തരം ഒരു കംപ്ലൈന്റ് പറഞ്ഞെങ്കിൽ അത് അന്വേഷിക്കുക, അതിനെപ്പറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം നമ്മുടെ ഈ നവോത്ഥാന കേരളത്തിലും ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ലോകം മുഴുവൻ ചർച്ചയായില്ലേ ഇപ്പോൾ. അതിന് കാരണക്കാർ ഈ പറഞ്ഞവരൊക്കെയാണ് നേരത്തെ. അവരൊക്കെ ന്യായീകരിക്കാനും ഒക്കെ പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും വഷളായതും ചർച്ചയായതും. ഏതായാലും ഇപ്പോഴെങ്കിലും അത് രാജിവെച്ച് നന്നായെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ വിനയൻ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അല്ല, ഇതൊരു ഇടതുപക്ഷ സർക്കാരിന്റെ നയമായിട്ട് ഒരിക്കലും നമ്മളെ കണക്കിലൊരു പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും ആ സർക്കാർ ഇങ്ങനെ ചെയ്തതിൽ ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. അതെനിക്ക് പറയാം. നന്ദി സാർ. ശ്രീ സംവിധായകൻ വിനയനാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏതായാലും രാജി എന്നുള്ളത് അത് അത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ സമരം, ശ്രീത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സമരം ഇപ്പോൾ 21-ാം തീയതി വരെ ഇന്ന് വരെ അടഞ്ഞു കിടക്കുന്ന പശ്ചാത്തലമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. സമരം അവസാനിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഇനിയും ധാരാളം ആവശ്യങ്ങൾ കുട്ടികൾക്കുണ്ടല്ലോ അല്ലേ? തീർച്ചയായും കുട്ടികളുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒരു പരിധിവരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്ന ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചാലാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുക. അത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അവർ ഇത്തരത്തിലുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ അല്പസമയം മുമ്പ് നമ്മുടെ ഈ വാർത്ത പുറത്ത് വരുന്ന സമയത്ത് അവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് യൂണിയൻ ചെയർമാനായിട്ടുള്ള ശ്രീദേവ് ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വൈകാതെ ഇതിലൊരു തീരുമാനം ഉണ്ടാകും. പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരാവശ്യമുള്ളത്, വളരെ വേഗത്തിൽ ക്ലാസുകൾ വേണം. ക്ലാസുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു. ഏതാണ്ട് ഡിസംബർ 23 മുതൽ കോളേജ് അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ക്ലാസുകൾ നഷ്ടപ്പെട്ടു. ക്ലാസുകൾ വേഗം തുടങ്ങണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് സമരത്തിന്റെ മറ്റു വിഷയങ്ങളിൽ സർക്കാർ നൽകുന്ന ഒരുപക്ഷെ ഒരു ഉറപ്പ് നൽകിയാൽ അത് റീസ്ട്രക്ചർ ചെയ്യുന്നത് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യം ആണോ എന്നത് അവിടെ സംശയമായി നിൽക്കുകയാണ്. പക്ഷെ ഇതിൽ ലഭിക്കുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ സമരങ്ങൾ അവസാനിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പക്ഷെ അത് സമരസമിതിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത്. അത്തരം ചർച്ചകൾ അവർ നടത്തി വരികയാണ്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവാദങ്ങൾ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചയായിരുന്നു. ഇടതുപക്ഷ സർക്കാരിലെ പ്രതിനിധികളടക്കം മുഖ്യമന്ത്രിയും CPM പ്രതിനിധികളുമടക്കം ഈ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണനും ഒപ്പം ശങ്കർ മോഹനും അടക്കം പിന്തുണ പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായിരുന്നു. സിനിമാ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ഈ വിഷയത്തിൽ ഇടപെട്ടു, അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും എതിർത്തും സിനിമാ മേഖല രണ്ടായി മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാജിവെച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഈ രാജി എന്നുള്ളത് കാലാവധി നിർദ്ദേശം മാത്രമുള്ള രാജിയാണെന്നും ഈ വിവാദങ്ങളുമായി ബന്ധമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു, പക്ഷേ അതിതുവരെ ലഭ്യമായിട്ടില്ല. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നൽകിയ അഭിമുഖങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. ഏറെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിനെതിരെ സിനിമാ മേഖലയിലുള്ള ജിയോ ബേബിയെ പോലെ, അമൽ ദിരിതനെ പോലെ ഉള്ള നേരത്തെ സംസാരിച്ച വിനയനടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. ജാതി വിവേചനം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായി ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കാട്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ രാജി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നാലുമണി വാർത്ത തുടരും ഇടവേളയ്ക്ക് ശേഷം.